കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കൊപ്പമുണ്ടാകും. ആരോഗ്യമേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഷീജയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഷീജ, എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും കേരളത്തിലെ ആരോഗ്യ മേഖല അത് വലിയ രീതിയിൽ മികവുറ്റതായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. പക്ഷേ അപ്പോഴും അത് പഴയ കെട്ടിടമാണ് അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ശൗചാലയമാണ് എന്നൊരു കാര്യം പോലും പല മാധ്യമങ്ങളും മറച്ചുവെച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലൊരു വ്യക്തത വരുത്തുന്നുണ്ട്. എന്തായാലും സർക്കാർ ആശുപത്രികളും സർക്കാർ മേഖലകളും ഒക്കെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പം നിൽക്കുന്നതായും അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് വാക്കുകൾ? തീർച്ചയായും ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നത്. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ ശക്തിപ്പെടുത്തുക എന്നുകൂടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. ഏതായാലും മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം സർക്കാർ നൽകുന്നതായിരിക്കും. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നത്. സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ രീതിയിലുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ ഇതുവരെയായി സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ആ രീതിയിലുള്ള നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തി തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുക എന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. തീർച്ചയായും കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടം അത് ദൗർഭാഗ്യകരമായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്.